ഹലോ ഗായ്സ് വാട്സാപ്പ്. ഞാൻ റോബ്ലോക്സ് വീഡിയോയിലൂടെ വന്നേക്കണേ. സാധാരണ ഗ്രാനി എസ്കേപ്പ് അല്ല കളിക്കുക, ഇത് ഗ്രാനി പ്രിസൺ റണ്ണാട്ടോ. സാധാരണ ഇത് ഗ്രാനി ഹൗസിൽ എസ്കേപ്പ്, ഇത് അവളുടെ പ്രിസൺ എസ്കേപ്പ് ആട്ടോ. പ്ലേ ഞാൻ ഈശ്വരത്തെ കാരണം വേറെ ഒന്നും അൺലോക്ക്ഡ് അല്ല ഗൈസ്. എന്തൊരു പഞ്ചിങ് ബാഗ് ഓഫ് റോബോക്സ് എടുക്കണമല്ലോ, വേണ്ട. പർച്ചേസ് കോയിനൊക്കെ വെറുതെ ഇരിക്കല്ലേ, റോസ്റ്റ് ചെയ്തേക്കാം. ഇവിടെയും കോയിനുണ്ടോ? ഇനി ഈ കോയിൻ കയറി പോകണം ഗൈസ്. ഫാൻ നമ്മൾ തള്ളിയിടില്ല ഇത് നോട്ടോ. ഓക്കെ ഓക്കെ, ബട്ടണിലേക്ക് ചാടിട്ടത് ഞാൻ ഓബിയിൽ വെറും ന്യൂ ബട്ടർ, അതായത് ചിലപ്പോൾ താഴേക്ക് വരും, പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഓബിയിൽ വലിയ ആളൊന്നുമല്ല വൈസ്. സ്ക്രൂ ഡ്രൈവർ തല്ലിപ്പൊട്ടിയാനായി മണി നോക്കിയിട്ട് പോവാം. പുഷ്പം, അയ്യോ ഗ്രാനി കയറിക്കണോ. ഗ്രാനി പിടിക്കാതെ നമ്മൾ രക്ഷപ്പെടണം വൈസ്. മോനെ സീൻ, ഗ്രാനി സീൻ മോനെ. ഓടിക്കും ഗ്രാനി പിടിക്കാറുണ്ട്. ഗ്രാനിക്ക് എന്നെക്കാൾ സ്പീഡുള്ളത് തോന്നുന്നു. ഇതൊക്കെ രക്ഷപ്പെട്ടു. ഗ്രാനി വാങ്ങി ശബ്ദം കേട്ടോ ഗ്രാനീൻ്റെ. എത്ര ഇവിടെ തുറന്നില്ലേ? ഗോൾഡ് ഗോൾഡ് എങ്ങോട്ടാ? ആ കക്കൂസ് കക്കൂസ്. ഇവിടെ തന്നെ കുഴിച്ചൊടുങ്ങിപ്പോ. ഉലാവ ബുഷ്ക അപ്പുഷ് ഗൈസർത്ത്. ഏത് റോബ്ലോക്സ് വീഡിയോ വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഗ്രോയക്കാടൻ വേണോ? ഗ്രോയക്കാടൻ ചെയ്യാം. സ്റ്റീൽ ബ്രെയിനോട്ട് വേണോ? അത് ചെയ്യാം. ഗൈസ് ഗ്രോയക്കാടൻ വേണമെങ്കിൽ അത് ചെയ്യാം. സ്റ്റീൽ ബ്രെയിനോട്ട് വേണമെങ്കിൽ അത് ചെയ്യാം. 99 നൈറ്റ്സ് വേണമെങ്കിൽ അത് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഗൈസ് ചെയ്യാൻ എല്ലാം ചെയ്യാം. കമൻറ്റ് ചെയ്താൽ മതി, ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം. കമൻറ്റ് ചെയ്താണെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടോളാം. ഏതാണോ? സ്റ്റീൽ ബ്രെയിനോട്ട് വേണോ? ഗ്രോയക്കാടൻ വേണോ? അതോ 99 നൈറ്റ്സ് വേണോ? ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പം തഴവണേ. അയ്യോ ശ്രദ്ധിച്ചില്ല, കാശൊക്കെ പിന്നെ അങ്ങോട്ട് ഓടി. ഇപ്പോൾ ഉണ്ടായിരുന്നു ഇല്ലേ? അവിടെ ഞാൻ വന്നിട്ട് പറഞ്ഞോളൂ. ഒന്നേ ചെറിയ ഓടിക്കോനെ ഉണ്ട പലപ്പോഴും വരും. അറിയില്ല അവിടെ നമ്മൾ ഉണ്ട വരുന്നേക്കാൾ മുമ്പ് അവിടെ ഈ മുകളിൽ കയറണം. ആ ചാടി കോയിൻ കളത്തിട്ട് ബാക്കി കാര്യമുള്ളൂ. ഗൈസ് നിങ്ങൾ കളിച്ചു നോക്കോട്ടാ. ബാരി പോലെ തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. ഗ്രാനി പിടിക്കാൻ വരും. തള്ള പിടിക്കാനേക്കാളും മുമ്പ് തിരിച്ചു പോകണം. ഓടിക്കോ മോനെ. ആ ഗ്രാനി സാധനം പിടിക്കാനേക്കാൾ മുമ്പ് ഒച്ചടിക്കോ. എന്താ ഈ ഗ്രാനി ശബ്ദം ഉണ്ടാകണേ? എവിടെ നീങ്ങല്ലേ? ഗ്രാനിയാ അമ്മ, ഞാനറിഞ്ഞില്ല ഗ്രാനിക്ക് ഇത്ര സ്പീഡുണ്ടായിരുന്നു. പിന്നെ ഗ്രാനി അതിൻ്റെ സീനൊന്നുമല്ല ഗൈസ്. പറഞ്ഞില്ല ഗൈസ്, ഞാൻ ഓബിയിൽ ഒരു ന്യൂബ ഗൈസ്. വരണി വരട്ടെ. വന്നില്ലാടോ ഗ്രാനി. ഗ്രാനി വരട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല ഞാൻ ഓബിയിൽ ഒരു ന്യൂബ ഗൈസ്. എനിക്ക് ഞാൻ ഓബിയിൽ ഒരു ന്യൂബ ഗൈസ്. എനിക്ക് ഇവിടെ എത്തുമ്പോഴാണ് മുകളിൽ എത്തിക്കിട്ടിയാൽ മതി.
സോപ്പിലൊരു രൂപ ഗൈസ്, അതാണ്. അത് കാരണം മാത്രമാണ് ഗൈസ്, അല്ലെങ്കിൽ ഞാൻ സീന. ഓക്കെ, ഞങ്ങൾക്ക് ഇതിന് ചാവാനുള്ള ചെക്ക് പോയിന്റ് വെറുതെ ഇവിടെ. ഓ, ഇവിടെ ചെല്ലിക്കായിരിക്കും. ഇവിടേക്ക് പോകുമ്പോൾ എന്താ ബ്രോ ബൂസ്റ്റർ ഒഴിച്ച് ചാടി പോകണം ഗൈസ്. എനിക്ക് ഭയങ്കര പാടാണ്. മിക്കവാറും തോന്നുന്നു ഗൈസ്, മിക്കവാറും കുറച്ച് പാടാണ് ഗൈസ്. ദാറ്റ്സ് വൈ ഐ തിങ്ക് ഐ ലൂസ് ഇറ്റ് ബ്രോ. അവിടേക്ക് എത്തി കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട, സ്ഥലത്ത് എത്തിയാൽ മതി. എന്തത് പിന്നെ എങ്ങനെ ചാടി പോകാൻ ഉദ്ദേശിക്കണേ? ഇല്ല, പിന്നെ ഇങ്ങനെ തന്നെയല്ലേ പോകേണ്ടത് ഗൈസ്. നിങ്ങൾ കമൻറ്റ് വരും. ബ്രോ ഓവർ സ്പീഡായ കാരണം എനിക്ക് കൺട്രോൾ ഇട്ടിട്ടുണ്ട് ഗൈസ്, അതാണ് കുഴപ്പം. ഇപ്പം അമ്മ വീട്ടില്ല, ഇത് ഓവർ സ്പീഡായ എനിക്ക് കൺട്രോൾ ഇട്ടത് കണ്ട തന്നെ നീ പോണ ഓവർ സ്പീഡായ കാരണം. ഇടയ്ക്ക് കയറ്റി പോകുന്നത് പർച്ചേസ് ഫെയിൽഡ് അവൻ്റെ ഗ്രാൻഡീൻ്റെ. ജയിക്കാൻ നോക്കുമ്പോഴാണ് അവൻ്റെ പർച്ചേസ് ഫെയിൽഡ്. പോളോ എന്തെങ്കിലും ആവട്ടെ, നിർത്താതെ പോയിക്കൊണ്ടിരിക്കുക. ചാടിയും ചാവട്ടല്ലോ. പിന്നെ സൈക്കിളിന് പരിധിയില്ലേ. കുഴപ്പമില്ല, പക്ഷേ ജയിക്കുമ്പോൾ കാണിക്കാം. പക്ഷെ എങ്ങനെയാണ് അവിടെ വരെ എത്തിയ വയസ്സ്. എൻ്റെ 5th ട്രയലും കണ്ട വയസ്സോടെ എത്തിയ വീഡിയോ ഓഫ് ചെയ്തിട്ട് എനിക്ക് മണി കളക്ട് ചെയ്ത് പോയാൽ മതി. മണി വെറുതെ കളയണ്ടല്ലോ. പിന്നെ 5th ട്രയല എന്നേക്കാൾ മുമ്പ് ഒരുത്തും കയറി പോകും. അപ്പം എനിക്ക് കുറച്ചുകൂടി വാശിയായപ്പോൾ ഞാൻ ചെയ്യാൻ തുടങ്ങി. വാശിയായപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ദേഷ്യം വന്നു. അത് കാരണം ഞാൻ കുറച്ചുകൂടി ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടി ഗൈസ്. യെസ്, മൂളിക്കൂടി വയ്ക്കാം ഗൈസ്. ഫൈനൽ ആഡർ ഇവിടെ ഓർഡറിൽ കുറച്ചുണ്ടായില്ല. ഞാൻ അവിടെ തുറന്നപ്പോൾ എനിക്ക് തോന്നി എവിടെയും കൂടെ വെക്കാനുണ്ടാവുമെന്ന്. ഡേയ്സൊക്കെ ഇട്ട് പൊളിച്ചേക്കാണല്ലേ. അച്ചടുക്കോ. ഓ, ഏണിയുണ്ടല്ലേ. ഐ ഡിഡ്ന്റ് സീ ദാറ്റ് ബ്രോ. ഞാൻ കണ്ടില്ല. ഓ, ജമ്പോട്ടിൻ്റെ വർക്കാവാത്ത തോന്നാം കേട്ടോ ബ്രോ. യെസ്, ലാഡർ തുറു ഓടും ഞാൻ അങ്ങോട്ട്. ഓ, ഗ്രാനി ഉണ്ടാവും. സെറ്റ് ഗ്രാനി. മണി. ഓ, ലവ ചിക്കൻ ചീസ് lava chicken bro. very easy guys. bro ഈസൽ പറഞ്ഞപ്പോൾ താഴെ വീണു. ഞാൻ ഈസൽ പറഞ്ഞപ്പോൾ ഞാൻ താഴെ പോയി വീണു. ഉണ്ടോ? ഇതാണ് എൻ്റെ ഭാഗ്യം. ഭാഗ്യം കാണണം കൈസ് എൻ്റെ. ഫാൻ ബ്രോ, മനസ്സിലായി. യെസ്, ഞാൻ എത്തി. ഞാൻ ഫാൻ വെച്ചിട്ട് വെറുതെ വെച്ചോണ്ടാണ്. ഇങ്ങോട്ടാ. ഓ ഗൈസ്, ഇത് കുറച്ച് പണിയാണ് ഗൈസ്. ഇത് മിക്കവാറും നോക്കും ഗൈസ്. എനിക്ക് അറിയില്ല ഗൈസ് കളിക്കാൻ. ഞാൻ ജസ്റ്റ് ന്യൂബ്, നമുക്കറിയാലോ. പക്ഷേ അത്ര വലിയ ന്യൂബുമല്ല. മനസ്സിലായ ഞാൻ പറഞ്ഞ മനസ്സിലായ? ന്യൂബാണ്, പക്ഷെ ന്യൂബല്ല. മീൻസ് പ്രൊന്യൂബാണ്. തെറ്റ് സാധനം. ഓവർ ജമ്പ് ഗൈസ്. ഓ, ജസ്റ്റ് മിസ് അവനെ കണ്ടിരുന്നത് നിങ്ങൾ ബാക്കിട്ട് കണ്ടോട്ടോ. യെസ്, എന്താ മണിയോടെ പോകാൻ പാടില്ല. ഇവിടെ എന്താ അവിടെ എന്തോ ഉണ്ടല്ലോടാ. ഗ്യാസ് നിൽക്കൂലേ.
കുറച്ച് വെയിറ്റ് ചെയ്തോട്ടെ. എനിക്ക് നിക്കൂട്ടപ്പേ എന്നാ നിക്കാത്ത ഇവിടുത്തെ ലിവർ ഇരിക്കണം വിചാരിച്ചു. പിന്നെ അവിടുത്തെ ലിവർ തിരിക്കണ്ടേ ഇങ്ങോട്ടും തിരിക്കണോ? പിന്നെ ഗൈസ് വാട്ട് ഓ എത്ര വഴി നമ്മൾ വന്ന വഴിയാ അതേലോ. ഓ പിന്നെ അവിടെ വരെ പിന്നെയും ഓരോ എന്താ ഗൈസ് ചെയ്യണ്ടേ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചെക്ക് പോയിന്റിൽ സ്പോണാണ്. അതെ ഇതാണ് ചെക്ക് പോയിന്റ്. അത് കറക്റ്റാ ചെയ്യണ്ടേ നമുക്കറിയാം കേട്ടോ. പിന്നെ എങ്ങനെയാണ് പോകേണ്ടത് നിങ്ങൾ തന്നെ പറ. അപ്പോൾ എവിടെ തിരിക്കാൻ ലിവർ തിരിക്കാതെ എങ്ങനെ പോകണേ മഴ ഉദ്ദേശിക്കണേ? മുകളിൽ കയറി പോകണം. ചാടി പോ. പിന്നെ ഇവന്മാരെ എങ്ങനെയാണ് പോകണേ? ചാടി പോകണേ കോഴിക്കോടെ. പിന്നെ ഇവന്മാരെ എങ്ങനെയാണ് ഉദ്ദേശിക്കണം? എനിക്ക് മനസ്സിലായായിരുന്നു. ചാടി പോകേണ്ടി വരും ചിലപ്പോൾ. ട്രൈ ചെയ്തോട്ടെ ചാടി പോകാൻ പറ്റുമെന്ന്. പൊണ്ടി വരിക്കും. എന്തുവാണിത്? ഞാനത് ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് വീഡിയോ ബാക്കി ഷൂട്ട് ചെയ്യാം. ഗായ്സ് ഇവിടെ ഈ വഴിയുണ്ട് ഗായ്സ്. ഞാൻ ചാടി ട്രൈ ചെയ്യായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ആ ഡിസൈനിൽ വെച്ചിട്ട് നോക്കിയപ്പോഴേ മനസ്സിലായത് ഇവിടേക്ക് ചാടി പോകണേ. കണ്ടാവും ലിവർ. മറ്റേ ലിവർ അവിടെ ഇനിയും ചാടിച്ചാലും പോയ സ്ഥലമുണ്ടോ? ഇല്ലല്ലോ. അതെ അവിടെ അങ്ങനെ അറ്റത്ത് കണ്ടോ? എന്തോ അവിടെ ഇങ്ങനെ ഞാൻ വിചാരിച്ച് ചാടി പോകണം. വേറെ ലിവറൊന്നും കാണാനില്ലല്ലോ. കുഴപ്പമൊന്നും ചാവാം. ദാറ്റ്സ് മോർ ബെറ്റർ. കണ്ട അവിടെ ഇവിടെ കറക്റ്റ് പൈപ്പ് വരികയാണെങ്കിൽ നമ്മൾ ഗോഡ് നോക്കാം. ഗോഡ് ഗോഡ് തന്നെ കൈ ചാവ കുറച്ച് പുഷ്കം ചാവറ ലാഭയോടെ ഇപ്പോൾ നൈസായിട്ട് ഇങ്ങോട്ട് പോകും. ഞാൻ വിചാരിച്ചു മറ്റൊരു ലിവർ കാണാനുണ്ടായല്ലോ. അത് അടിയിലായിരുന്നു ഐസ്. അതിപ്പോൾ നൈസായിട്ട് പോകാൻ കണ്ട. ഞാൻ എത്ര ചാടി ട്രൈ ചെയ്യായിരുന്നു. മണി അത്ര തൂണു. നമ്മൾ വീഴ്ത്താൻ വേണ്ടി ചെന്നാട്ടോ ഐസ് തൂണു. പാർക്കോറൊന്നും അല്ലെങ്കിലും ഒരു സമാധാനത്തിന് വേണ്ടി പറയുന്നത് പാർക്കോർ. സൈഡിലാ മോനെ ഇപ്പൊ ചാടനെ ഇവിടെ നമ്മൾ അത് പറയണായിരുന്നു. ഉടായ്പ് ഇവിടേക്കും ഉണ്ട്. ഈ എനിക്ക് വന്നേട്ടാ നൈസ് സാധനം. ആകാശത്തേക്കാണല്ലേ. അവിടേക്ക് എങ്ങനെ മോളി പോവാൻ ഇവിടെ. എൻ്റെ പൊന്ന് സീൻ സാധനം. ഞാൻ ഉള്ളിൽ കയറി. ഞാൻ സെറ്റ് സാധനം ഇങ്ങോട്ട് ഉണ്ടായ എവിടേക്കാ എനിക്കെല്ലാ കഫറ്റേരിയ തുറന്നേക്കാണോ? അയ്യോ ഗ്രാനി പിടിക്കാൻ പറ്റൂടാ. കഫറ്റേരിയയിൽ ഗ്രാനി പിടിക്കാൻ പോയി. ഗ്രാനി പിടിക്കാതെ അങ്ങോട്ട് പോകണം. ഗ്രാനി ദൂരത്തും അങ്ങോട്ട് പോകട്ടോ. ഗ്രാനി ദ ഷെഫ് എത്ര നമ്മൾ മെത്തിക്ക് അറിയണേ. ഗ്രാനി എന്തുകൊണ്ടത്? നമ്മൾ ബസ്സൊക്കെ ചെന്ന് കൊല്ലണോ ബ്രോ? ബ്രോ അത് നിങ്ങൾക്ക് പിന്നെയും കിട്ടോ.
ടൊമാറ്റോയോ കൊല്ലി യെസ് ബസ്സൊക്കെ നന്നായിട്ട് നിലനിൽക്കുമോ? അങ്ങനെ തുറന്ന് കിട്ടിയാ നേരത്തെ കൊണ്ട് പൂട്ട് കിട്ടുകയല്ലായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ നല്ല റേസിങ്ങാ സ്കിപ്പ് ചെയ്തോളാം. ഓ സെഡിൻ്റെ പൊന്ന് സീൻ സാധനം. എന്താ എന്താ സംഭവിച്ചേ? എവിടെ എന്താ പറഞ്ഞ എന്താ ഇവിടെ അങ്ങോട്ട് പോണ? ഞാൻ സൂപ്പർമാനാ. ചടിക്കോ വയസ്സും വരേക്ക് പോണില്ല അങ്ങോട്ടോ. അത് ഭയങ്കര പാടാൻ തോന്നുന്നു വയസ്സ്. അത് മോളിപ്പോ ചടിക്കോ മോനെ. ഓ ബ്രോ സോ ഹാർഡ്. ഇതൊന്നും കാണാനും പറ്റുന്ന കേട്ടോ. ചടിക്കോ കറക്റ്റ് ഞാൻ ലാവ ചെന്ന് ലാവയിലേക്ക് വീഴാനല്ല പറഞ്ഞേ. ബ്രോ ആർ യു സീരിയസ്? അപ്പം ഇങ്ങനെ റോബ്ലോക്സ് ഇങ്ങനെ യെസ് ഐ ആം സീരിയസ്. എപ്പുടി ചാവാം എന്നാലും സ്പോണാവുള്ളൂ. ഭയങ്കര വളർന്നു ഗൈസ്. ഈ പാടായി ഗൈസ്. റിസ്ക് പോലെയാണ് നമുക്ക്. എന്നാലും സാധാരണ എനിക്ക് ജയിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ വീഡിയോക്ക് കുറച്ച് ലെങ്ത്ത് വന്നോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ ചെയ്യണം. ഇനിയിപ്പോൾ അധികം ലെങ്ത്ത് ഒന്നും വേണ്ട. ഇത്രയും ലെങ്ത്തൊക്കെ മതിയെന്ന്. അധികം ലെങ്ത്തൊന്നും വേണ്ട ആവശ്യമില്ല. ഞാൻ വീഡിയോക്ക് കുറച്ച് ലെങ്ത്തൊക്കെ വന്നോട്ടെ എന്ന് വിചാരിച്ചത് ചെയ്തേ. അല്ലാതെ എനിക്ക് ചെയ്യാനൊക്കെ അറിയാം ഗൈസ്. എനിക്ക് ചെയ്യാനൊക്കെ അറിയാം. ഈസിയായിട്ട് ജയിക്കും. പക്ഷെ വീഡിയോക്ക് കുറച്ച് ലെങ്ത്ത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാ. ചത്തതാ എപ്പോഴും മനസ്സിലായാ? അങ്ങനെ എക്സിറ്റായാ? ഇവനെന്താ നോക്കിക്കണേ? ഇവനെ നമ്മൾ മറ്റേ എൻകറേജ് ചെയ്ത സാധനം ബ്രോ. ലേസറിൻ്റെ ഫൈറ്റ് എന്ന് തോന്നുന്നു. പോസ് ഫൈറ്റ്. ഓ ബ്രോ ജസ്റ്റ് ചാവാതെ പോയ ചത്തേന്ന്. ഓ ഇതും ജസ്റ്റ് മിസ് തന്നെ. അയ്യാ ചോദിക്കാറ് പോണ്ടേ? എന്താ ഇവിടേക്ക് തന്നെ ഗെറ്റ് യുവർ പ്ലാങ്സ് ഹിയർ. ഓ ഇവിടേക്ക് വെച്ച് പോകണമല്ലേ? മനസ്സിലായി. ടോപ്പ് അടുത്തത് ഓരോരുത്തർ പോയി എടുക്കുക. നമ്മളൊന്നും ചെയ്യേണ്ടി വരും. ഇവന്മാരെ എന്നെ തല്ലടാ. ഇവന്മാരെ എന്നെ തല്ലണതിനാ? ഫൈറ്റ് ഒന്നുമല്ലല്ലോ. ഇവന്മാരെ എന്നെ തരണോ പൊട്ടന്മാര്? ഇപ്പം ചാടി പോകുന്നതല്ലേ ഉള്ളൂ. അല്ലല്ലേ അതിനും വെക്കണോ അല്ലേ? അത് ചാടി പോകുന്നതേ ഉള്ളൂ. ഇവന്മാരെന്താ എന്നെ കൊല്ലം നോക്കണേ? ഇവന്മാരെ ശത്രുത തീർന്നു ചെയ്താ. ലാഗ് ഡ്രോപ്പ് റീജൻ ചെയ്ത് റീജൻ അവിടെ കഷ്ടപ്പെട്ട് വെച്ചതൊക്കെ പോവും. ഇപ്പം എങ്ങനെ ഇരിക്കണം? ഡ്രോപ്പ് എന്നിട്ട് അടുത്ത് കൊടുക്കാം. ഈ ഉമ്മരെല്ലാം എൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യണമെന്ന് എൻ്റെ ആലോചന. ഓ കൂടുതൽ ഷോക്കാവുന്നവനവൻ. അവളൊക്കെ അവിടെ എത്തിയാവോ? അവൾ ഓൾറെഡി വെച്ചൂലേ. അടി ഇവന്മാരെന്നെ എന്നെ പോലെ നോക്കണേ പൊട്ടന്മാര്. ഇവന്മാരെ ആരും ശത്രുവിനെ പോലെയാണല്ലോ ഇവന്മാരെ കൊല്ലാൻ നോക്കണേ. ഞാൻ നിങ്ങൾ സഹായിക്കുന്നതാടോ. എനിക്ക് എന്താ കുഴപ്പം? എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുക. ഈ പെണ്ണിനെയോ ചെറുക്കനും
എന്താ കുഴപ്പം? ഇവള് നമ്മൾ പോലെ നോക്കണം. ഗായ്സ് ബോസ് ഫൈറ്റ്. പൊട്ടാറ്റോ ഫൈറ്റ്. ആംസ കൈക്ക് ഷൂട്ട് ചെയ്യണം. ബാക്കിയുള്ളവർ ഫൈറ്റ് ചെയ്താ പറ്റുള്ളൂ. ഒരു കൈ 200 വയസ്സ് ഗ്രാനീൻ്റെ റോബോട്ടിൻ്റെ ഗ്രാനി, മറ്റൊരു തീരാറായി ഐസ് കൈ ഫൈനൽ ഫൈറ്റാണ്. അവിടേക്ക് കിട്ട ഫൈറ്റ് കാണാം. എപ്പൊടി കൈ എതിരുണ്ടേ എപ്പൊടിയാ എസ്കേപ്പ് ആയോ? ഞാൻ അങ്ങോട്ട് വേണ്ട. ഓ ഗൈസ് നമ്മൾ എസ്കേപ്പ് ആകാൻ പോവാണ് ഗൈസ്. അങ്ങനെ ഫൈനലി ഗ്രാനിയുടെ പ്രശ്നം എസ്കേപ്പ് ചെയ്യണം. അങ്ങനെ ഓണായി പിറന്നോനെ ദേവം പാത്താനെ ആണ്. ഇവിടേക്കല്ലേ പോണ്ടേ? പെട്രോൾ പമ്പ് ബില്ല് പോവാന്ന്. ചെക്ക് പോയിന്റ് ഇനിയുണ്ടോ? എസ്കേപ്പ് ആയില്ലേ? ഇറങ്ങടാ ഇറങ്ങ ഇറങ്ങണ ഇറങ്ങണോട്ട്. ഇറങ്ങണോട്ടോ. പിന്നെ എസ്കേപ്പ് ആയില്ല വേട്ടിന്. പിന്നെന്താ എസ്കേപ്പ് ആയി. ഇനിയും ഫൈറ്റ് ഉണ്ടോ? എസ്കേപ്പ് ആണ് ഹെലികോപ്റ്റർ കയറാൻ വേണ്ടിയായിരിക്കും. ഇനി എന്തുവാണോ അതിൽ ഫൈറ്റും ആണോ? ഇന്നെന്തുവാടെ മാർക്ക് കുഴപ്പം? എനിക്കറിയാത്തോണ്ട് വയ്ക്കുക. ഇനി മാർക്ക് എന്താ സൂക്കിയിട്. പക്ഷെ ഇവിടെ വരെ എത്തിയില്ലേ. ഫൈനൽ ബോസിൻ്റെ അടുത്തും ഫൈറ്റ് ചെയ്തു. ഇനി എന്താ ഉള്ളത്? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. ഞാൻ വെറും ഉടയപ്പാന്ന്. ഉടയപ്പത്തിലൊന്നും കാണിക്കണ്ട. ബ്ലാസ്റ്റർ ഉടയപ്പം കാണിക്കില്ല അങ്ങനെ. എന്തത് അവിടെ മറ്റേ ഗ്രാനി എന്തോ കൂടോത്രം ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഉറപ്പാ, അല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല. ഈ ഗ്രാനി എന്തോ കൂടോത്രം ഉറപ്പായിട്ടും ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പെണ്ണ് വരട്ടെ, അപ്പോൾ ഞങ്ങൾക്ക് പോവാം. പെണ്ണിനെ തോൽപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ? കാത്തിരുന്ന് കാണുക. മറ്റേ സീരിയലിലെ പോലെ കാത്തിരുന്ന് കാണുക. ആ പെണ്ണ് വേറെ വഴിയുണ്ടോ നോക്കാം ഉള്ളിൽ കയറാൻ വേണ്ടി. കുട്ടി ടെക്കണല്ലോ ചാടി വരാൻ പറ്റുമോ? നീ പെണ്ണിനെ അറിഞ്ഞുകൂടാ. പൊട്ടി പെണ്ണ് ഓടറാ. പൊട്ടത്തന്നെ കാണിക്കണ കണ്ടാ കണ്ടേതാ. ഇവിടെ നിന്ന് അഴിവരുത്. കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയതാ. ഇവിടെ വരെ എത്തിയിട്ട് ഇന്ന് താഴെ കഴിക്കടേ. ഇനി
ഇപ്പം നിങ്ങൾ വിളിച്ചത് കേട്ടോ, അതെൻ്റെ കസിനെ വിളിച്ചതാ ഗൈസ്. എൻ്റെ കസിൻ്റെ പേരാണ് വിളിച്ചത്. എല്ലാ കോയിൻസും കളക്ട് ചെയ്തിട്ടു. ഇവിടെ വരെ എത്തിയതിൽ 1000 കോയിൻസായി കളക്ട് ചെയ്ത് ബിക്കം എ ഗാർഡ്. വെറുതെ ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ. യെസ്. നോ ഐസ് ബോയ് അല്ല. ബൈ റോബക്സ് എടുക്കണം. റോബക്സ് തരാൻ സൗകര്യമില്ലല്ലോ. ഗ്രാനി ഗ്രാനിയെ തീർത്തു മോനെ. യെസ്. ഇല്ലെങ്കിൽ ഹെലികോപ്റ്റർ കയറി പോകും. ഇങ്ങനെ കയറണോട് ഇതിനകത്ത്. It's time to fly. Easy mode finished. Hard mode unlocked. Guys, ഞാൻ അടുത്തത് ഒരു ഹാർഡ് മോഡായിട്ട് വരാം ഗൈസ്. എന്താ ഇവിടെ എക്സിറ്റ് ആയില്ലേ ബ്രോ? നമുക്ക് പ്രസൻറ്റേക്ക് തിരിച്ചു പോകാൻ പാ. എനിക്ക് പ്രസൻറ്റേക്ക് കയറണമെന്ന്. ഇനിയും ഇവിടെയാണ് ഗൈസ് എക്സിറ്റ് ഏച്ചിട്ടുണ്ടായി. അവസാനം ഗൈസ് എങ്ങനെ മനസ്സിലായെന്നറിയോ? ഈ ഓരോ മോഡ് കംപ്ലീറ്റ് ആകുമ്പോഴാണ് അടുത്ത മോഡ് വരുള്ളൂ. ഇതിപ്പോൾ ഈസി മോഡ് കംപ്ലീറ്റ് ആക്കി. ഈസി മോഡ് കംപ്ലീറ്റ് ആക്കിയപ്പോൾ എനിക്ക് ഹാർഡ് മോഡ് അൺലോക്കായി. ഹാർഡ് ആൻഡ് എക്സ്ട്രീം ആയിരിക്കും ഗൈസ്. ഹാർഡ് മോഡായിട്ട് പിന്നെ വരാം ഗൈസ്. ഗ്രാനൈൻ്റെ തന്നെ. ബൈ.